ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവർ. ഇത് എൻ്റെ അക്ഷര 4ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. അക്ഷര 4th സിയിലെ സ്റ്റുഡൻറ്റ്. ഞാൻ അക്ഷരയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അക്ഷര മൈ ഡയറി ഓർ മൈ ജേർണൽ എന്ന് പറഞ്ഞിട്ട് 2 ബുക്കുകൾ. ദിസ് ഈസ് ഓഫ് 24 2024 ഇത് 2025 തുടങ്ങിയപ്പം അവൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. നോട്ട് ഓൺലി ദാറ്റ് ഷീ ബോൺ ഇൻ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബോൺ. ഡിസംബർ 25th ഇവർ ജനിച്ചത് ഇവിടെ. ഓക്കെ, നമ്മളെല്ലാവരും ഡയറികളൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അക്ഷരയുടെ ഡയറിയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അക്ഷര അതിനകത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പിക്ചേഴ്സ് വെട്ടി ഒട്ടിച്ചു. ചില പിക്ചേഴ്സ് തന്നെത്താനുണ്ടാക്കി. ഷീ സെൽസ് എന്നുള്ള ഒരു കടപ്പുറത്ത് ഒരു ദിവസം പോയിരുന്നു. അപ്പം അവിടെയുള്ള അനുഭവങ്ങളൊക്കെ കാണിക്കാനായിട്ട് അവിടുത്തെ കുറച്ച് മണ്ണ് വേസ്റ്റ് ചെയ്തിട്ട് പോയ KSRTC ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ഒട്ടിച്ച് അതന്നെയല്ലേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അത് എൻ്റെ സൈഡ് ഓർഡറൊക്കെ ബേൺ ചെയ്തിട്ടാണ് സൈഡൊക്കെ ഉണ്ടാക്കി. അതേപോലെ ഒരു വളരെ കൺസ്ട്രക്റ്റീവായിട്ട് പല കാര്യങ്ങളാണ് ഇവളുടെ ഡയറിക്കകത്ത് കണ്ടത്. ഞാൻ ഇവളുടെ ഡയറി കണ്ടപ്പം എനിക്ക് ആദ്യമേ തോന്നിയത് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എഴുതിയത് നമ്മുടെ ഹെലൻ കെല്ലറാണ്. 1903 പബ്ലിഷ് ചെയ്ത ഹെലൻ കെല്ലറുടെ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതേപോലെ തന്നെ ബ്രിയാന കോവിൻ്റെ 2017 ഡയറി ഓഫ് മൈ ലൈഫ് ഒക്കെ എൻ്റെ ഓർമ്മയിലോട്ട് വന്നു. അത്രയും വളരെ എഫക്റ്റീവായിട്ട് വളരെ തോട്ട്സൊക്കെ എഴുതി പിക്ചേഴ്സ് ഒട്ടിച്ചു. നമുക്ക് അക്ഷരയോട് ഒന്ന് സംസാരിച്ചാലോ? അക്ഷരക്കുട്ടി എന്താ പറയുന്നത്? എൻ്റെ ഫസ്റ്റ് റെസിപ്പി ശരി, എല്ലാ രീതിയിലും അവൾ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കാനൊക്കെ ശ്രമിച്ചു. നമുക്ക് അക്ഷരയോട് സംസാരിക്കാം. എന്താ അക്ഷരക്കുട്ടിയുടെ ഡയറിയെക്കുറിച്ച് അക്ഷരക്കുട്ടി എന്ത് പറയുന്നു? പറഞ്ഞു. അപ്പോൾ ബോറടി മാറ്റാനാണ് അക്ഷരക്കുട്ടി ഇത് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പം യു ഫൈൻഡ് സ്പിരിറ്റ് ഇൻ ഇറ്റ്, റൈറ്റ്? ഇപ്പോൾ എല്ലാ ദിവസവും ഇത് എഴുതണമെന്നൊരു ആഗ്രഹം, പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന ആഗ്രഹം, ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും നല്ലത് ഷെയർ ചെയ്യണമെന്ന ആഗ്രഹം, ജീവിതത്തിൽ കണ്ടതും കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ മറന്നു പോയിരിക്കണം, അല്ലെങ്കിൽ കുറിച്ചിടണമെന്നുള്ള ആഗ്രഹം. അതൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിതത്തിലെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആൾക്കാരെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. യു റൈറ്റ് സ്റ്റോറീസ് ടു. ഓക്കെ, നല്ല സ്റ്റോറികൾ കൊച്ചിനിടയ്ക്കുന്നുണ്ടാവട്ടെ. അങ്ങനെ ഒരിക്കൽ നിൻ്റെ ഈ ജേർണൽസൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. നീ 4ാം ക്ലാസ്സിൽ എഴുതിയ നിൻ്റെ ജേർണൽ നീ 10ാം ക്ലാസ്സിലാകുമ്പോഴും നീ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും തമ്മിലുള്ള ഒരു കമ്പാരിസനൊക്കെ നിൻ്റെ ജീവിതത്തിൽ നടത്തുമ്പം എന്ത് ഭംഗിയായിരിക്കും. നീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സാറുമൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, സാറിന് അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നീ ഒരു നല്ല നോവലിസ്റ്റായിട്ട് നല്ല ഒരു എസ്സേ റൈറ്ററായിട്ട് ഒക്കെ സാറിനെ കാണാൻ ആഗ്രഹമുണ്ട്. തന്നെയുമല്ല, നല്ല ലോകത്തിൽ കിട്ടാവുന്ന നല്ല പുരസ്കാരങ്ങളൊക്കെ, ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടുള്ള നല്ല പുരസ്കാരങ്ങളൊക്കെ നിനക്ക് കിട്ടട്ടെ എന്ന് സാർ ആശംസിക്കുന്നു കേട്ടോ. നിൻ്റെ ലാംഗ്വേജ് ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ ദിസ്. ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ലാംഗ്വേജ് നീ ഇംഗ്ലീഷിൽ തന്നെ അത് എഴുതാൻ ശ്രമിച്ചു. ഒറ്റ വാക്ക് പോലും തെറ്റാതെയൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. സാറിന് ഭയങ്കര ഇഷ്ടമായി ചക്കരെ. നിൻ്റെ ബ്രദർ നിന്നെ സഹായിച്ചു കൂടി ഇതൊക്കെ എഴുതാൻ. നല്ല രസി ഇതിൻ്റെ കവറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പഴയതുപോലെ തോന്നുന്നു. ദിസ് ഓൾ ഹെയർ ക്രാഫ്റ്റ് വർക്ക്, അതൊക്കെ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ കുറേ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അവളുടെ ബുക്ക് കാണാനായിട്ട്. എവിടെയോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പം സ്റ്റാമ്പ് അടിച്ചിരുന്ന പേപ്പർ കിട്ടിയിട്ട് അതെടുത്തിട്ട് വന്ന് അതിൻ്റെ സൈഡൊക്കെ വെച്ച് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും പ്രത്യേകതയാണ്, പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ സാറിൻ്റെ കൊച്ചിൻ്റെ ബുക്ക് കണ്ടപ്പോൾ സാറിന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ആ കൊച്ചിനെ പറയാനുള്ളത് നിൻ്റെ ഫ്രണ്ട്സിനോടും നിൻ്റെ അപ്പയോടും അമ്മയോടും ഒക്കെ പറയാനുള്ളത് എന്താ? എന്നാലും എല്ലാവരും ഇങ്ങനെയൊക്കെ എഴുതുന്നതല്ലായിരിക്കും, ഇല്ലയോ? യു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഡൂയിങ്.
അതാ നമ്മൾ ചെയ്യുന്ന അഡീഷണൽ ആക്ടിവിറ്റികൾ, നമ്മുടെ പഠനം കഴിഞ്ഞുള്ള മറ്റു ആക്ടിവിറ്റികളൊക്കെ നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെന്നും മുതൽക്കൂട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് കൊച്ചിന് ഇത്ര. അപ്പോൾ കൊച്ചിന് വേറെ ടി വി കാണണമെന്ന് ആഗ്രഹം കാണില്ല, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം കാണില്ല. ബട്ട് യു ഓൾവേസ് ലൈക്ക് സിറ്റ് വിത്ത് യുവർ ബുക്സ് ആൻഡ് റൈറ്റ് സംതിങ്, റൈറ്റ്? അതാ വേണ്ടേ. അപ്പം യുവർ ഹാബി ഡൂയിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്താൽ നല്ലൊരു കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നല്ലതായിരിക്കട്ടെ. സാറിൻ്റെ ചക്കരക്കൂട്ടിനോട് അനുബന്ധിച്ച് നിൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും നിന്നെ സഹായിച്ചിരുന്ന നിൻ്റെ ബ്രദറിനൊക്കെ ചില പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നതെന്ന് പറയുക. നമ്മുടെ അക്ഷരക്കുട്ടിയെ കൊച്ചുകുട്ടികൾക്കെല്ലാം ജീവിതത്തിൽ മാതൃകയാകാനായിട്ട് ശ്രമിക്കുക. വലിയ കാര്യമല്ല, ചെറിയ കാര്യമാണ്. പക്ഷേ അത് ചെയ്തു തുടങ്ങിക്കഴിയുമ്പോൾ അത് മനസ്സിലാകും ജീവിതത്തിൽ വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാകും. ചെറിയ വൺ സ്മോൾ സ്റ്റെപ്പ് എവറി ഡേ ലെറ്റ്സ് മേക്ക് മൻ പെർഫെക്റ്റ് ഓൾവേസ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ കുട്ടിക്ക് ഒന്നാവട്ടെ. സാറിൻ്റെ ചക്കർ ഉമ്മ കേട്ടോ, സാറിൻ്റെ ഉമ്മ നീ എല്ലാം നല്ലതായിരിക്കട്ടെ മോളുടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു.